കോൺഗ്രസിൽ പോരു തുടരുന്നതിനിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ പരസ്യമായി പിന്തുണച്ച മുസ്ലിം ലീഗ്. എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന് ലഭിച്ച പിന്തുണ ജനവികാരമാണെന്നാണ് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനം എടുക്കുകയെന്നും തങ്ങൾ പറഞ്ഞു. ഘടകകക്ഷികൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ലീഗിന്റെ നിലപാടിനെക്കുറിച്ച് ലീഗിനോട് തന്നെ ചോദിക്കണമെന്ന് MM ഹസൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസ് നേതാക്കൾ കൂടോത്രം നടത്തുകയാണെന്ന് AK ബാലൻ പരിഹസിച്ചു. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിന് എല്ലാവരും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമായ കീഴ്വഴക്കം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, നടപടിക്രമമുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഞങ്ങൾ നിശ്ചയിക്കും, അത് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ രൂപത്തിലുള്ള അടിപിടിയും നേർച്ച എന്ന് പറയുന്നത് ചില്ലറ നേർച്ചയില്ല. എതിരാളി ആയിട്ടുള്ള ആൾക്ക് ഒരു രൂപത്തിലും ജീവൻ നിലനിർത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഗൂഢോത്തരാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഷിബാലുണ്ട് വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ ലീഗ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. ജനവികാരം അനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ ആലോചിക്കുക എന്നുള്ള കാര്യം. എന്തായാലും ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കുമ്പോൾ അത് പറയും എന്നുള്ള കാര്യമാണ് നേതാക്കൾ പറഞ്ഞത്. പക്ഷേ പതിവിന് വിപരീതമായി തങ്ങളിപ്പോൾ കുറച്ചുകൂടി തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇത് കോൺഗ്രസിനകത്തുണ്ടാക്കിയിരിക്കുന്ന ചർച്ച എങ്ങനെയാണ് റോഷി? സ്മൃതി, അസാധാരണമായ രീതിയിലാണ് UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ചർച്ചയുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. ഇതിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുമ്പോൾ അത് സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് അസ്വസ്ഥതയുണ്ടാകും. കാരണം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്ന MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ് പിന്നീട് ഹൈക്കമാൻഡ് യുക്തമായൊരു തീരുമാനമെടുക്കുന്നതാണ്. അത് പൊതുവെ ഘടകകക്ഷികൾ അംഗീകരിക്കുകയും ചെയ്യാറുണ്ട്. ഏതെങ്കിലും അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരുപക്ഷെ ഘടകകക്ഷികൾക്ക് അത് രഹസ്യമായി അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവസരമുണ്ടാകാം. അതിനപ്പുറത്തേക്ക് പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്താറില്ല. അതാണ് ഈ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾക്കൊക്കെ അസ്വസ്ഥതയുണ്ടാകും. ഏതായാലും ഈ കാര്യത്തിൽ സ്വാഭാവികമായും ഇനി ഒരു പരസ്യ പ്രതികരണം പാടില്ല എന്ന ഒരു റിക്വസ്റ്റ് ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു ചർച്ച അത് കൂടുതൽ വഷളാകും എന്ന ഒരു അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഒന്ന്, കോൺഗ്രസ് നേതൃത്വം തന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. ആ വിലക്കൊക്കെ ലംഘിച്ച് ഒരു ഭാഗത്ത് ചർച്ച സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കൂടി ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് അത് അപകടകരമാകും എന്ന ഒരു പൊതു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഏതായാലും MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം പിന്നീടാകും ആ തീരുമാനത്തിലേക്ക് പാർലമെന്ററി പാർട്ടി ലീഡർ ആരാകണമെന്ന തീരുമാനം എടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ MLA-മാരുടെ കൂടുതൽ പിന്തുണ ഉണ്ടാകാൻ സാധ്യത KC വേണുഗോപാലിനാണ്. ഒരുപക്ഷെ മറ്റു ഘടകകക്ഷികളുടെ അഭിപ്രായം ഇതിൽ നിർണായകമാകും. അതിൽ പല ഘടകകക്ഷികളും മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെ, അതിൽ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം, ഒപ്പം തന്നെ RSP, ഈ രണ്ട് ഘടകകക്ഷികൾ അങ്ങനെയായിരിക്കും തീരുമാനിക്കുക. ശരി, റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.